ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയും കമ്മികൾ കൊള്ളയടിച്ചു. ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇത്. പരിശോധിക്കാൻ 7.5 പൊന്നാന ഒറിജിനൽ തന്നെയാണോ അവിടെ ഇരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം കേസുകൾ പരിശോധിക്കുന്ന ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിജിലൻസിന് ഉത്തരവിട്ടിരിക്കുന്നു. 7.5 പൊന്നാന മാത്രമല്ല, അവിടെ ഭഗവാന്റെ സുവർണ വിഗ്രഹത്തിൽ ചാർത്തുന്ന സ്വർണ്ണപ്പരൽ എന്ന് പറഞ്ഞ രുദ്രാക്ഷമാലയിലെ മുത്താണ്. അതും കാണാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിലെ കൊള്ള നമ്മുടെ മുന്നിലുണ്ട്. ഇടതുപക്ഷത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടെ ഇടതുപക്ഷ സർക്കാർ CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ നടന്ന സംഘടിതമായ കൊള്ളയാണ് ശബരിമലയിലെ കൊള്ള. ദ്വാരപാലക വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ടുപോയി. അതിലെ സ്വർണം മുഴുവൻ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ചു. നോക്കൂ, എത്ര വലിയ ചതിയാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് ഇവന്മാർ ചെയ്തത്. ശബരിമലയിൽ യുവതികളെ ഇരുളിൻ്റെ മറവിൽ കയറ്റിയ വൻ ചതി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അതിനൊപ്പം നടത്തിയ ഗൂഢാലോചനയാണ് ഇത്. കേരളത്തിൽ ശബരിമലയിൽ മാത്രമല്ല, CPM ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സകല സ്ഥലങ്ങളിലും CPMൻ്റെ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം, ഗുരുവായൂർ മാനേജിംഗ് കമ്മിറ്റികൾ, ഇവിടെയൊക്കെ CPM ഭരിക്കുന്നത് ക്ഷേത്രാചാരങ്ങളെ നശിപ്പിക്കാനും ക്ഷേത്രങ്ങളുടെ വിശുദ്ധി നശിപ്പിക്കാനും ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനും വേണ്ടിയിട്ടാണ്. പാർട്ടിയെ വളർത്താൻ വേണ്ടി ക്ഷേത്രത്തിലെ സ്വത്ത് ഉപയോഗിക്കുന്നു. ശബരിമല കൊള്ളയിലൂടെ കിട്ടിയ സ്വർണം പുതിയ AKG സെൻറ്ററിൻ്റെ നിർമ്മാണത്തിന് പോലും ഉപയോഗിച്ചു എന്നുള്ള വാർത്ത ഇന്ത്യ ലൈവാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ വലിയ തോതിൽ ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്ന ഇവർ എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷേ വാർത്തകൾ പുറത്തു വരുന്നില്ല. ഏറ്റുമാനൂരെക്കാളും വലിയ കൊള്ളയാണ് ഗുരുവായൂർ നടന്നത്. തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ കാണാനില്ല. തുറവൂരെ ആഭരണങ്ങൾ, തിരുവാഭരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് വൈക്കത്തെ ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിലാണ്. അവിടെ നിന്ന് കാണാതായിരിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും തിരുവിതാംകൂർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ കല്ലറകളും വിലപിടിപ്പുള്ള ആഭരണങ്ങളുമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ വൈക്കത്തപ്പൻ്റെ നവരത്ന ഓഢ്യാണം നന്നാക്കാനെന്നും പറഞ്ഞ് പുറത്തു കൊണ്ടുപോയി. മുത്തുകളും പവിഴങ്ങളും ഉണ്ടായിരുന്ന ഓഢ്യാണമാണ്. അവസാനം ഹൈക്കോടതി വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ അത് തിരിച്ചു കൊണ്ടുവച്ചു. പക്ഷേ അത് ഒറിജിനൽ തന്നെയാണ് കൊണ്ടുവച്ചതെന്നറിയില്ല. ഇതൊക്കെ ആര് പരിശോധിക്കാനാണ്? കേരളത്തിൽ ശ്രീപത്മനാഭൻ്റെ ക്ഷേത്രത്തിൽ മാത്രമല്ല, കേരളത്തിൽ അത്രത്തോളം തന്നെ വലിയ നിധി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന 3-4 ക്ഷേത്രങ്ങളുണ്ട്. ഞാനവയുടെ പേര് പറയത്തില്ല. പേര് പറയാത്തത് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. അവിടെ ചെന്ന് ആ പേരുകൾ പറഞ്ഞാൽ വലിയ സുരക്ഷയൊന്നുമില്ലാതെയാണ് ആ ക്ഷേത്രങ്ങളിൽ ഈ നിധി കാത്തു വച്ചിരിക്കുന്നത്. അത് കൊള്ളയടിക്കാൻ ആളുകളുണ്ടാവും. ഇപ്പം കൊള്ളയടിക്കാൻ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ദേവസ്വം ബോർഡ് തന്നെ, കമ്മിക്കൂട്ടം ദേവസ്വം ബോർഡ് ഭരിച്ചത് കൊണ്ടുപോയിരിക്കും. നിങ്ങൾ ആലോചിക്കണം, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി തീരുന്നതിന് 2 ദിവസം മുമ്പ് അയാൾ രാജിവെച്ചു. എന്നിട്ട് പുതിയൊരാളെ കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ 2 ദിവസം മുമ്പ് രാജിവെച്ചിട്ട് വേറൊരാളെ വെച്ചു. എന്താ കാര്യം എന്നറിയോ? ഒരു പ്രസിഡൻറ്റ് വന്നാൽ 2 വർഷക്കാലം ഇരിക്കാം. അപ്പോൾ സതീശൻ്റെ സർക്കാർ വരുമ്പോൾ ഭരണം മാറിപ്പോയാലും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞങ്ങളുടെ ആളിരിക്കണം. കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കണം. ഏതായാലും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി അത്യാവശ്യം ഭക്തിയുള്ള ഒരാളാണ്. തീർത്ഥം കയ്യിൽ കിട്ടിയാൽ നിലത്തേക്ക് ഒഴിക്കാത്ത ആളാണ് K. മുരളീധരൻ. കാരണം അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിരുന്നല്ലോ. അതുകൊണ്ട് ഭഗവാനെ വയ്ക്കുന്ന പരിപാടിയൊന്നും മുരളീധരൻ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാലം തെളിയിക്കട്ടെ. അവിടെ നിൽക്കാം. നമുക്ക് ഏറ്റുമാനൂരിലേക്ക് വരാം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ 7.5 പൊന്നാന അതിപ്രശസ്തമാണ്. കേട്ടിട്ടില്ലാത്ത ആരുമില്ല. സ്വർണം കൊണ്ട് നിർമ്മിച്ച തങ്കമാണ്. തങ്കത്തകിടുകൾ പൊതിഞ്ഞ 7 വലിയ ആനകളും ഒരു ചെറിയ ആനകളും. ഇത് ആനകളുടെ രൂപം തേക്കും തടിയിൽ നിർമ്മിച്ചതാണ്. തേക്കും തടിയിൽ നിർമ്മിച്ചിട്ട് അതിൽ തങ്കം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. 7 എണ്ണത്തിന് 2 അടി ഉയരം, ഒരെണ്ണത്തിന് 1 അടി ഉയരം. അതുകൊണ്ടാണ് ഒരാന അരയാനയായി കൂട്ടിയിട്ട് 7.5 പൊന്നാനകൾ എന്ന് പറയുന്നത്. 14 കിലോ തങ്കം ഉപയോഗിച്ചിട്ടുണ്ട് ഈ 7.5 ആനകളെയും പൊതിയാൻ. 14 കിലോ തങ്കം. ഇന്നത്തെ വില വെച്ച് എത്ര കോടി രൂപയ്ക്കുണ്ടെന്ന് നോക്കണം. അത് മാത്രമല്ലല്ലോ, അതിൻ്റെ സ്വർണത്തിൻ്റെ മൂല്യം മാത്രമല്ല, അതിൻ്റെ ആൻറ്റിക് വാല്യൂ അതും നോക്കണം. അത് കേൾക്കൂ, തമാശ. ശബരിമലയിൽ സ്വർണം വിജയമല്യ കൊടുത്ത സ്വർണം പൂശിയ പാളികൾ പിന്നെയും സ്വർണം പൂശി. സ്വർണത്തിൻ്റെ പുറത്താരെങ്കിലും സ്വർണം പൂശുവോ? അങ്ങനെയാണ്
അങ്ങനെ പറഞ്ഞാണ് ഈ പാളികൾ അഴിച്ചു കൊണ്ടുപോയത്. ഇതേ തന്ത്രം ഏറ്റുമാനൂരും പയറ്റി എന്നാണ് കാണുന്നത്. 7.5 പൊന്നാനയുടെ തിളക്കം കുറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പുറത്ത്, തങ്കത്തിൻ്റെ പുറത്ത് സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോയോ? ശബരിമലയിലെ ചട്ടമനുസരിച്ച്, നിയമമനുസരിച്ച് അവിടുത്തെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചു മാറ്റാൻ പാടില്ല. അവിടെ തന്നെ സ്വർണം പൂഷണം എന്നുള്ള വ്യവസ്ഥ മറികടന്നാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമൊക്കെ അറിഞ്ഞ് അത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. അത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ കൊണ്ടുപോയിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ അത് ആവിയായിപ്പോയി. അതുപോലെ ഈ 7.5 പൊന്നാനകളെ ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന്, ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ടാണോ സ്വർണം പൂശിയത്? അല്ലെങ്കിൽ തേക്കും തടിയിൽ തീർത്ത തങ്കത്തിൻ്റെ പാളികൾ മാത്രം അടർത്തിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? അതെവിടെ വെച്ചാണ് സ്വർണം പൂശിയത്? സ്വർണം പൂശേണ്ടുന്ന ആവശ്യകത എന്തായിരുന്നു? ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിനാണ് കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിജിലൻസിന് ഉത്തരവ് നൽകിയിരിക്കുന്നത്. നോക്കൂ, ശബരിമലയിലെ പോലെ തന്നെ വലിയ കൊള്ളയാണിത്. എവിടൊക്കെ സ്വർണ്ണം ഉണ്ടോ, ആ സ്വർണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വീക്ക്നെസ് ആണല്ലോ ഈ കമ്മിക്കൂട്ടത്തിന്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. സ്വപ്ന സുരേഷിൻ്റെ കഥയറിയാം. ഷാർജ ഷെയ്ഖിൻ്റെ അടുത്ത് ചെന്നിട്ട് കമലാ വിജയൻ സ്വർണ്ണാഭരണം സമ്മാനം കൊടുക്കാൻ ശ്രമിച്ച കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൊല്ലക്കുടി സൂചി വിൽക്കാൻ പോയി എന്ന് പറയുന്ന പോലെയായിരുന്നു. ഏതായാലും സ്വർണം എന്ന് കേട്ടാൽ ഇവരുടെ വല്ലാത്ത വീക്ക്നെസ്സാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ സ്വർണ്ണം ഉണ്ട് അതെല്ലാം അടിച്ചു മാറ്റാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇത് സമ്പൂർണ്ണമായി എവിടെയൊക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ BJPയുടെ സർക്കാർ വന്നാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളെ മുഴുവൻ കേന്ദ്രം ഏറ്റെടുത്തിട്ട് പരിശോധന നടത്തിയാൽ, ഓഡിറ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ, സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ സെലക്ട് ചെയ്ത് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വത്തുവകകൾ സംബന്ധിച്ച് ഒരു ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചാൽ അറിയാം. സർക്കാർ നേരിട്ട്, ദേവസ്വം ബോർഡ് നേരിട്ട് ദേവൻ്റെ സ്വത്ത് കൊള്ളയടിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇത് പറയുമ്പോൾ ചിലർ പറയും, അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രം, ഇടേ അവിടെ കൊള്ളയൊന്നും അല്ലടി നടന്നത്. അവിടെ കാണിക്ക എണ്ണുന്നതിനിടയ്ക്ക് കുറേ പൈസ ആൾ അടിച്ചുകൊണ്ട് പോയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഈ കാണിക്ക എണ്ണാനുള്ള ചുമതല കൊടുത്തിരുന്നത്. അവർ കരാർ തൊഴിലാളികളെ വെച്ചു, അവരടിച്ചുകൊണ്ട് പോയി. അവരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചമ്പത്തറായി ഉൾപ്പെടെയുള്ള ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ രാജിവെച്ചു. ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാറിയോ? ദേവസ്വം മന്ത്രിയെ പിടിച്ചോ? പിടിച്ചവരെ ജാമ്യം കിട്ടി പുറത്തിറക്കാൻ സഹായിക്കുകയാണ് ചെയ്തത്. ഒന്നും ചെയ്തിട്ടില്ല അതിനെ പിടിക്കാൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വരാതിരിക്കാനുള്ള പണിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എടുത്തത്. അങ്ങനെയല്ല ഉത്തർപ്രദേശിൽ ചെയ്യുന്നത്. കുഴപ്പമുണ്ടെങ്കിൽ പരിശോധിക്കും, ആർക്കെതിരെയാണെങ്കിലും നടപടിയെടുക്കും. അതല്ലാതെ ഇവിടെ പത്മകുമാറിനെ തൊടത്തില്ല, കടകംപള്ളിയെ നോക്കുക പോലും ഇല്ല. ഇങ്ങനെയാണോ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ 7.5 പൊന്നാന, ഈ പറഞ്ഞ സ്വർണ്ണപ്പരൽ, ഇത് എവിടെ? 7.5 പൊന്നാനയിലെ സ്വർണ്ണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിജിലൻസിന് ഈ പരിശോധിക്കുകയാണ്. ഏതായാലും ഇത് കേരളം ഞെട്ടുന്ന, കേരളത്തിലെ ഏറ്റവും വലിയ ഹെഡ്ലൈനായി വരേണ്ട ഒരു വാർത്തയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അതൊന്നും പറയില്ല. കാരണം ക്ഷേത്രങ്ങളൊക്കെ നശിച്ചു പോകണം, ഹിന്ദുവിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും, ഹിന്ദുത്വം തന്നെ തകർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ കയറിയിരിക്കുന്ന പന്നിക്കൂടുകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അതുകൊണ്ട് ഇവർക്കിതൊന്നും പ്രശ്നമേ അല്ല. കുറച്ച് ദിവസം വേണ്ടി വന്ന വലിയ വിവാദമൊക്കെ ആയി അവർ ചർച്ച ചെയ്യും. കാരണം വ്യൂവർഷിപ്പ് കൂടാൻ, റേറ്റിംഗ് കൂടാൻ. അല്ലാതെ ആത്മാർത്ഥമായ ഒരു നിലപാടും ഇവർക്കില്ല. ഈ 7.5 പൊന്നാനയെക്കുറിച്ച് പറയുമ്പോൾ അത് വലിയ വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. 2-3 കഥകളുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത്, വടക്കുംകൂർ രാജാവ് തൻ്റെ പരദേവതയായ കുമാരനെല്ലൂർ ഭഗവതിക്ക് കാണിക്കയായി കൊടുത്തയച്ചതാണ് ഈ 7.5 പൊന്നാനകൾ എന്നാണ് പറയുന്നത്. അതിങ്ങനെ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഏറ്റുമാനൂരിനടുത്ത് പേരൂരെത്തിയപ്പോൾ വള്ളം നിന്നുപോയി. എന്തു പണി നോക്കിയിട്ടും വള്ളം മുന്നോട്ട് പോകുന്നില്ല. അവസാനം ഒരു ജ്യോതിഷിയെ വരുത്തി നോക്കിയപ്പോൾ ഇത് ഏറ്റുമാനൂരപ്പൻ്റെ സാന്നിധ്യമുണ്ട്, ഈ പൊന്നാനകളെ ഏറ്റുമാനൂരേക്ക് വേണം എന്ന് ഭഗവാന്റെ ഹിതം അതാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഏറ്റുമാനൂരേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഏറ്റുമാനൂർ എത്തിയെന്ന് പറയും. ഇതിനിടയ്ക്ക് വടക്കുംകൂർ രാജാവ് ഒരു കുസൃതി കാണിച്ചെന്നും 8 പൊന്നാനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുമാരനെല്ലൂർ കൊടുക്കാതെ ഏറ്റുമാനൂർ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഒരാനയുടെ വലിപ്പം ഇത്തിരി കുറച്ചേക്കാം എന്ന് വെച്ചിട്ട് ഒരെണ്ണം ചെറിയ ആനയാക്കി. അതാണ് അരയാനയായത്. അങ്ങനെ 7.5 പൊന്നാനയാക്കി. ശരിക്കും 8ാമത്തെ ആനയെ വടക്കുംകൂർ രാജാവ് മാറ്റി എന്നൊക്കെ ഒരു കഥയും പറയുന്നുണ്ട്. പക്ഷേ
ഭഗവാന്റെ കോപത്തിനിരയായി ആ വടക്കുംകൂർ രാജവംശം തന്നെ നശിച്ചുപോയി എന്നാണ് ഒരു കഥ. രണ്ടാമതുള്ളൊരു കഥ എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കഥയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ ആക്രമിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റുമാനൂർ ക്ഷേത്രവും തിരുവിതാംകൂറിനോട് ചേർത്തു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ സ്വത്തുകൾ രാജാവിൻ്റെ അധീനതയിലായി. അന്ന് രാത്രി രാജാവിന് കലശലായ വയറുവേദന ഉണ്ടായി, സഹിക്കാൻ വയ്യാത്ത അസുഖങ്ങളുണ്ടായി. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഏറ്റുമാനൂരപ്പൻ്റെ അഹിതം കൊണ്ടാണ് സംഭവിച്ചത് എന്നറിഞ്ഞ മാർത്താണ്ഡവർമ്മ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ ഭഗവാന്റെ സ്വത്തുവകകളും ഈ 7.5 പൊന്നാനകളെയും തിരിച്ചു കൊടുത്തു എന്നും ഒരു കഥയുണ്ട്. വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ കേരളത്തിൻ്റെ 2 ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് പ്രചരിക്കുന്നത്. ഏതായാലും വളരെ ചരിത്രപ്രധാനമായ, വളരെ വിശ്വാസവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഞാൻ അടുത്ത ദിവസം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയ ഒരു കാര്യം കൂടെ പ്രേക്ഷകർ അറിയണം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പാണ് പോയത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ഇടതുഭാഗത്തായി ഭഗവാൻ്റെ മുന്നിൽ കത്തിക്കാനുള്ള വിളക്കിൽ ഒഴിക്കാനുള്ള നെയ്യ് വിൽക്കുന്നുണ്ട്. 80 രൂപയാണ് ചെറിയ ഡപ്പി നെയ്യ്ക്ക്. ഞാൻ 3 ഡപ്പി നെയ്യ് വാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി നമ്മൾ ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിൽ കൊടുക്കുകയാണ്. പക്ഷേ ഞാനത് നെയ്യ് ഇങ്ങനെ നോക്കുമ്പോൾ നെയ്യുടെ കവർ ഞാൻ വായിച്ച് നോക്കി. കൃഷ്ണ നെയ്യ് എന്നാണ് അതിൻ്റെ പേര്. ഒരു കണ്ണൻ്റെ പടമൊക്കെ ഉണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഇരുന്ന് എൻ്റെ കയ്യിലിരുന്ന നെയ്യ് പതുക്കെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ സീൽഡ് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് അത് സീൽ ചെയ്യുന്നുണ്ട്. ആ സീല് പൊട്ടിയിരിപ്പുണ്ട്. അതിലൂടെ നെയ്യ് പുറത്ത് വന്നത്, സീല് മൊത്തം പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല, ശകലം എങ്ങനെയോ പൊട്ടി. അതിലൂടെ പുറത്ത് വന്ന് ഞാനൊന്ന് മണത്ത് നോക്കി. നമുക്കറിയാമല്ലോ നെയ്യുടെ ഒരു ഗന്ധം. നെയ്യാണെന്ന് പറയില്ല, ഇത് ഡാൽഡ പോലെയോ അല്ലെങ്കിൽ പാരഫിൻ വാക്സ് പോലത്തെ ഒരു സാധനം ഭഗവാന്റെ മുന്നിൽ ശ്രീകോവിലിനകത്തെ വിളക്കിൽ കത്തിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് അവരുടെ കൗണ്ടറിൽ വിൽക്കുന്നതാണ് കൃഷ്ണ നെയ്യ്. നെയ്യുടെ ഒരു ഗുണവുമില്ല, നെയ്യ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കത്തിച്ച് ഭഗവാന്റെ ചൈതന്യമില്ലാതാവില്ലേ? മനഃപൂർവ്വം ഈ കൃഷ്ണ നെയ്യ് എന്ന് പറഞ്ഞൊരു നെയ്യ് നമ്മളാരും കണ്ടിട്ട് പോലുമില്ല. എനിക്കറിയില്ല തമിഴ്നാട്ടിലുണ്ടോയെന്ന്. നമ്മുടെ നാട്ടിൽ മിൽമയുടെ നെയ്യുണ്ടല്ലോ, കേരള സർക്കാരിൻ്റെ, നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനമല്ലേ. എന്തുകൊണ്ടാണ് മിൽമയുടെ നെയ്യ് അതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കൗണ്ടറിൽ കിട്ടാത്തത്? കമ്മീഷനാണ്. കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഭഗവാന്റെ മുന്നിൽ നെയ്യ് എന്ന പേരിൽ ഡാൽഡയോ വനസ്പതിയോ അല്ലെങ്കിൽ പാരഫിൻ വാക്സോ കത്തിക്കുന്ന തെമ്മാടിത്തരം പോലും ഈ ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തു വെച്ചതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, ക്ഷേത്രങ്ങളിലെ ദേവ ചൈതന്യം നശിപ്പിക്കാൻ വേണ്ടി പോലും കൃത്യമായ പണികൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരാളുടെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൗണ്ടറിൽ നിന്ന് ഈ കൃഷ്ണ നെയ്യുടെ ഒരു സാമ്പിൾ വാങ്ങിക്കൊണ്ടുവരണം. ഇവിടെ കാക്കനാട് സർക്കാരിൻ്റെ ലാബുണ്ട്, അവിടെ കൊടുത്ത് പരിശോധിച്ചാൽ ഇത് നെയ്യാണോ മെഴുകാണോ എന്നറിയാൻ കഴിയും. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കഥ അറിയാമല്ലോ. ക്ഷേത്രത്തിൽ എല്ലായിടത്തും ഭഗവാന്റെ പടം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ എഴുതി വെച്ചിട്ട് അച്ചായൻസ് ഗോൾഡ്. ക്ഷേത്രത്തിനകത്ത് ഭഗവാന്റെ ഒരു പടം, ഒരു ഫ്ലക്സ് അടിച്ചു കൊടുത്തിട്ട് പരസ്യ കമ്പനിക്കാരൻ്റെ പരസ്യം വെക്കുന്നു. അത് വലിയ വിവാദമായി. ആരോ എടുത്തിട്ടൊരു വീഡിയോ വന്നതിന് ശേഷം അതൊക്കെ മാറ്റി. പക്ഷേ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ ഫ്ലക്സ്. അതിൻ്റെ താഴെ പഴയ വെണ്ടയ്ക്ക വലിപ്പത്തിലല്ലെങ്കിലും ഇപ്പോഴും താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കമ്പനിയുടെ പേര്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ആരുമില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് കാണുന്നില്ല. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനകത്ത് 4 ഫ്ലക്സ് വെക്കണമെങ്കിൽ, ഭഗവാന്റെ ചിത്രമുള്ള 4, 5, 10 ഫ്ലക്സ് വെക്കണമെങ്കിൽ ഭക്തജനങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെന്തിനാണ് ഒരു പരസ്യ കമ്പനിക്കാരൻ്റെ പ്രചാരണ വേദിയാക്കി കേരളത്തിലെ ക്ഷേത്രങ്ങളെ മാറ്റുന്നത്? അമ്പലങ്ങളിൽ എന്തുവാ? നിങ്ങൾക്കൊരു മുസ്ലിം പള്ളി പോയി, ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ പോയി, മസ്ജിദിൽ പോയി ഈ പരിപാടി കാണിക്കാൻ പറ്റുമോ? ഇല്ല. ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്, ശുദ്ധ തെമ്മാടിത്തരം. ഇത് പറയാൻ കേരളത്തിൽ ഒരൊറ്റ മാധ്യമം തയ്യാറാവില്ല, ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറയില്ല ഇത് തെറ്റാണെന്ന്. എനിക്കറിയില്ല, കാരണം കേരളത്തിലെ BJP പ്രവർത്തകരെങ്കിലും ഇതിനെയൊക്കെ ചെറുക്കണം. ഇത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത്തരം പ്രശ്നങ്ങളിൽ ആരിടപെടും? വലിയ സങ്കടമാണ്. ഏതായാലും ശബരിമല കഴിഞ്ഞ് ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ്. ഏറ്റുമാനൂർ മഹാദേവൻ്റെ 7.5 പൊന്നാനയിലെ സ്വർണം അവിടെ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉണ്ട് എന്നുള്ളൊരു വിധി ഹൈക്കോടതിയുടെ നടപടിക്ക് ശേഷം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടായി വരട്ടെ എന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. എന്നെയും നിങ്ങളെയും
ഏറ്റുമാനൂരപ്പൻ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാനാണ് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനലുള്ളത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കിനി ശബ്ദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. അത് വേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്, ചാനൽ ലൈക്ക് ചെയ്താണ്, പരമാവധി ആളുകളെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റിക്കൊണ്ടാണ്. ഉറപ്പായിട്ടും സഹായിക്കണേ.